ഈ കാണുന്ന ആള് ശരിക്കും നിഷ്കളങ്കനായ പൊട്ടനാണോ അതോ ചെമ്മരിയാടിന്റെ തോലണിഞ്ഞ ചെന്നായാണോ? ഇങ്ങനെ ചോദിക്കാൻ കാരണം ഇദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് ഒരു സ്വഭാവവും ഇലക്ഷന് നിന്നതിന് ശേഷം മറ്റൊരു സ്വഭാവവും കാണിക്കുന്നത് കൊണ്ടാണ്. അതുകൂടാതെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. ഓശാന ഞായറാഴ്ച ഓല പിടിച്ചും ദുഃഖ വെള്ളിയാഴ്ച മുട്ടയിലിഴഞ്ഞും ഈസ്റ്ററിന്റെ ദിവസം ജീസസ് ക്രൈസ്റ്റിനെ പുള്ളിക്ക് മുന്നേ ഉയർത്തെഴുന്നേൽപ്പിച്ചും ഒക്കെ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നത് കാണാം. ഈസ്റ്ററിന് പുള്ളി കേരളത്തിൽ പള്ളി കയറിയ അന്ന് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ കാണിച്ച സ്ഥലവും പള്ളി തന്നെയാണ്. പലയിടങ്ങളില് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ടും കേരളത്തിൽ നയം വേറെയാണ്. മുനമ്പം പ്രശ്നത്തില് BJP നേതാക്കൾ ജനങ്ങളെ അല്ല, അവിടെ മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അവരെ ആരെയുമല്ല BJP നേതാക്കന്മാർ സന്ദർശിച്ചത്, ക്രിസ്ത്യാനികളെ തന്നെയാണ്. നോർത്തിലും സൗത്തിലും രണ്ട് നയങ്ങൾ ഇറക്കിക്കൊണ്ടുള്ള അജണ്ടയാണ് നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈ നേതാവ് ജനങ്ങളെ പൊട്ടനാക്കുകയാണെന്ന് പറഞ്ഞിട്ട് സ്വയം പൊട്ടനാകുകയാണ്. നോർത്തിൽ ഒരു കുഴപ്പവുമില്ല, ക്രിസ്ത്യാനികളെല്ലാം സേഫ് ആണ്, ഇതൊക്കെ വെറുതെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പറയുന്നതാണ്. അവിടെ നിന്ന് വരുന്ന വീഡിയോകളൊന്നും ഇതല്ല സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരിലെ കുഞ്ഞാട് പള്ളികൾ കയറി ഇറങ്ങുമ്പോ ഒഡീഷയിൽ ഓസ്ട്രേലിയൻകാരനായ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും ജീവനോടെ കത്തിച്ചു കൊന്ന കേസിൽ ശിക്ഷയിളവ് ലഭിച്ച പ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെബ്രാം ജയിൽ മോചിതനായി എന്നൊരു വാർത്ത കൂടി ഈ കൂട്ടത്തിൽ തന്നെ പോകുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെ മറക്കാൻ പറ്റൂ? ചുട്ടുകൊന്നില്ലേ മക്കളോടൊപ്പം? ചുട്ടുകൊന്നില്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയ മഹേന്ദ്ര ഹെബ്രാമിനെ ജയ്ശ്രാം വിളികളോടുകൂടിയാണ് സംഘപരിവാർ പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ആൾക്കാരെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള പേരിലാണ് നോർത്തിൽ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യമെന്ന് പേരുകേട്ട ഇന്ത്യക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് അവരവരല്ലേ തീരുമാനിക്കേണ്ടത്? ആ മുന്നിയെ ഇവിടെ കാണാം, ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നിയെ കാണാം. ഈ മുന്നിയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും.